ആളെ കൊല്ലി കോസ്മെറ്റിക് ഈ സ്റ്റാഫിനോട് ചെയ്തത്. പ്രേക്ഷകർ ഓർക്കുമല്ലോ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപം പ്രവർത്തിക്കുന്ന കോസ്മെറ്റിക് ക്ലിനിക് എന്ന സർജറിയിലൂടെ രൂപഭംഗി നൽകുന്ന എന്ന് അവകാശപ്പെടുന്ന ആ സ്ഥാപനത്തിൽ അവരുടെ സർജറിയുടെ പിഴവിനെ തുടർന്ന് ഒരു യുവതിയുടെ വിരലുകളെല്ലാം മുറിച്ച് കളഞ്ഞ് അത്യാസന്ന നിലയിൽ അനന്തപുരി ആശുപത്രിയിൽ കിടക്കുന്നു എന്ന വാർത്ത ഞങ്ങൾ നൽകിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്ന് ആ ആശുപത്രി പൂട്ടിക്കുകയും പ്രവർത്തിക്കുകയുമില്ലായിരുന്നു. എന്നാൽ ഇവരുടെ രാഷ്ട്രീയ സ്വാധീനം മൂലം ഇവർ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. സൗന്ദര്യവർദ്ധക സർജറികളുടെ പേരിൽ ലക്ഷങ്ങൾ വാങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാതെ ഇവിടെ ചെയ്യുന്ന സർജറികളിൽ നിരവധി കോംപ്ലിക്കേഷനുകൾ ഉണ്ടാകുന്നു. പലർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ജീവൻ വരെ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. കൊട്ടാരക്കര സ്വദേശി ഇവിടുത്തെ സർജറി പിഴവ് മൂലമാണ് മരിച്ചത്. അങ്ങനെ നിരവധി വാർത്തകൾ ഇവർക്കെതിരെ വന്നിട്ടുണ്ട്. എങ്കിലും ഈ സ്ഥാപനം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹോമിയോപ്പതിക് ഡോക്ടറായ ഒരു യുവതിയെ ഇവരുടെ മാർക്കറ്റിംഗ് ആവശ്യത്തിനായി എടുക്കുകയും വലിയ ശമ്പളം വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഏതാണ്ട് 10-20 ദിവസം ജോലി ചെയ്യിപ്പിച്ച ശേഷം അവരുടെ പണം നൽകാതെ അവരെ പറഞ്ഞു വിടുകയും ചെയ്ത അനുഭവം ആ യുവതി വിവരിക്കുന്നത് കേൾക്കുക. സൺഡേ ന്യൂസ് ചാനൽ കണ്ടായിരുന്നു. കോസ്മെറ്റിക് ക്ലിനിക്കിലെ ബിബിലാഷ് ബാബുവിന്റെ ന്യൂസ് കണ്ടു. എനിക്കും അതിനേക്കാട്ടിലും വലിയൊരു സംഭവം നടന്നു. ഞാൻ പേഷ്യന്റ് അല്ല, ഞാൻ അടുത്തൊരു സ്റ്റാഫായിട്ട് ഈ കഴിഞ്ഞ 10-ാം തീയതി കയറിയാണ്. അവര് ഇന്റർവ്യൂ നടത്തി ക്ലയന്റ് കോർഡിനേറ്റർ ആയിട്ട് പോസ്റ്റിംഗ് ചെയ്തു. കുറെ വർക്കുകള് ടാസ്കുകളൊക്കെ തന്നു. ഞാൻ കയറിയത് ക്ലയന്റ് കോർഡിനേറ്റർ ആണെങ്കിലും മാർക്കറ്റിംഗ് ടീമിനെ എല്ലാം ഒരു ടീം ലീഡായിട്ട് അവിടെ എഫക്റ്റീവ് അല്ലാത്ത ലീഡ്സ് എല്ലാം ഞാൻ വിളിച്ച് അത് കൺവേർട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ് തന്നത്. ഞാൻ കയറിയെന്ന് എൻ്റെ ഡിഫറെന്റ് മാർക്കറ്റിംഗ് റോള് തന്ന് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഓരോ റീസൺസ് പറഞ്ഞ് അവര് പല രീതിയിൽ ഭയങ്കര വളരെ ചീപ്പായിട്ടാണ്, എനിക്കത് പറയാൻ പറ്റില്ല, അത്ര ചീപ്പാണ് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. മീൻസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം നെറ്റ് കണക്ഷൻ പോവും. പിന്നെ റേഞ്ച് ഇല്ലാത്ത മീൻസ് ഈ ഫോൺ എടുത്ത് തരും, നെറ്റ് പ്രോപ്പർ അല്ലാത്ത ഫോൺ എടുത്ത് തരും. അങ്ങനെ നമ്മളെ വല്ലാതെ ഇറിറ്റബിൾ ആക്കി നമ്മള് നിർത്തുന്ന രീതിയിലാക്കി ഒരു ടോർച്ചർ ചെയ്യും പോലെ. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടുന്ന് ഇങ്ങനെ ഈ എൻ്റെ റോള് ക്ലയന്റ് കോർഡിനേറ്റർ വേണം, ആ റോള് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ അത് വേറെ ഡോക്ടേഴ്സിനെ ആ ക്ലയന്റ് കോർഡിനേറ്റർ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ചെയ്യാൻ പറ്റൂല. ആക്ച്വലി ഞാനൊരു ഡോക്ടർ തന്നെയാണ്, അലോപ്പതി ഫീൽഡ് അല്ല, വേറൊരു ഫീൽഡുള്ള ഡോക്ടറാണ്. അപ്പൊ ഞാൻ ഹോമിയോപ്പതിക്കാണ്. സോ ഞാനിപ്പോ ക്ലിനിക്ക് നടത്തുന്നില്ല. അപ്പം വേറെ ഒരു ജോലി നോക്കി ഇങ്ങനെ അവിടെ പോയതാണ്. അവിടെ കയറിയതിനു ശേഷമാണ് ഈ ന്യൂസ് ഒക്കെ ഞാൻ കാണുന്നത്. അപ്പോ അയാള് ഭയങ്കര ക്രൂക്കഡാണ്. ഈ സംഭവം എന്ന് വെച്ചാൽ അവിടെയുള്ള ഓരോ സ്റ്റാഫുകളെ ഇന്റർവ്യൂ ചെയ്തെടുത്ത് ട്രെയിനി എന്നുള്ള പേരിലാണ് എടുക്കുന്നത്. ട്രെയിനിന്ന് എടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ പൊയ്ക്കോളാൻ പറയും. നിങ്ങളുടെ വർക്ക് പെർഫോമൻസ് ബെറ്റർ അല്ല, വേറെ നെക്സ്റ്റ് ആളെ നമ്മൾ എടുക്കുകയാണെന്ന് പറഞ്ഞ് ഇത്രയും ദിവസത്തെ സാലറിയും തന്നില്ല. ഒരുപാട് വർക്ക്. എത്ര ദിവസം വർക്ക് ചെയ്തു? 10 ദിവസം. 10-ാം തീയതി കയറി, ഇന്നലെ ആയപ്പം 20 അല്ലേ? 20 വരെ ഞാൻ ഒരുപാട് എന്നെ വർക്ക് ചെയ്യിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? ഇവയുടെ ഒരു ടെലികോളിംഗ് ടീം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളുടെ അറിവില്ലാതെ ഇത് ചെയ്യൂലല്ലോ. പല പ്രാവശ്യം നെറ്റ് കട്ടാക്കുന്നു, അപ്പൊ നമുക്കത് നമ്മുടെ വർക്കിനെ ബാധിക്കുന്നു. അവര് ചോദിക്കുമ്പം ജിയോയുടെ പ്രശ്നമാണെന്ന് പറയും. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ മീൻസ് ഫോൺ സാധാരണ കോൾ റെക്കോർഡിംഗ് ഉള്ള ഫോണാണ് നമുക്ക് തരേണ്ടത്. എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മളെ ബാധിക്കും. ഇത് എനിക്ക് തന്നിരുന്നത് കോൾ റെക്കോർഡിംഗ് ഒന്നും ഇല്ലാത്ത, അത് ആ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്ത ഫോണാണ് തന്നത്. ഇത് എത്ര പേരിങ്ങനെ ഈ ടെലികോളിംഗിന് വേണ്ടി ഇയാൾ ഇരുത്തിയിട്ടുണ്ട്? ഇപ്പൊ ഓൾറെഡി 3 പേരുണ്ട്. ഒരു നേഴ്സും കൂടെ ടെലികോളിംഗിൽ ഇരിക്കുകയാണ്. മൊത്തത്തില് 4 പേരാണുള്ളത്. ഇത് എങ്ങനെയാണ് ഇവർക്ക് ലീഡ്സ് എങ്ങനെയാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്?
ഇവര് ലീഡ്സ് മെറ്റ ആഡ്സ് വഴി വേറൊരു ഒരാള് ചെയ്യുന്നുണ്ട്, വിജിൽ എന്ന് പറയുന്ന അയാൾ. ആക്ച്വലി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഇവർക്ക് വേണ്ടിയിട്ടും സൈഡ് ബിസിനസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, SP വെൽനസ് ഫോർട്ടിന് വേണ്ടിയിട്ടും അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി. സോഷ്യൽ മീഡിയ മെറ്റ ആഡ്സ് മാത്രമാണ് അയാൾ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മാസം ഗൂഗിൾ ചെയ്യാൻ വേണ്ടി വേറൊരു നോർത്ത് ഇന്ത്യൻ ടീമിന്റെ കൊടുത്തു. ആക്ച്വലി അത് നല്ലൊരു കാര്യമായി. അവര് ഇയാളെ നന്നായിട്ട് പറ്റിച്ചു. അതിൽ വരുന്ന ഒരു 100ൽ പല ആഡ്സും റോബോട്ടിക് ജനറേറ്റഡ് ആണ്. മീൻസ് ഫേക്ക് ആഡ്സ് ആണ് വരുന്നത്. ഫേക്ക് എൻക്വയറീസ്, ഇങ്ങനെ ഈ പേരുകളൊക്കെ കണ്ടറിയല്ലോ, ഇങ്ങനെ ABCD എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഈ ഇത്രയും വരുന്നതും ഗൂഗിൾ ആഡിൽ ഇയാള് ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു. അതായത് ഇത്രയും ഗുരുതര പ്രശ്നങ്ങൾ നടന്നിട്ടോടെ ഇഷ്ടം പോലെ പേഷ്യൻസ് ഉണ്ട്. അപ്പോ പേഷ്യൻസ് ഉണ്ടെന്ന് മാത്രമല്ല, നല്ല എമൗണ്ട് ആണ് അവരുടെ നിന്ന് വാങ്ങുന്നത്. ഈ സാധാരണ ഹോസ്പിറ്റലിൽ നിന്നും നല്ല എമൗണ്ടും വാങ്ങുന്നുണ്ട്. ഇത് പേഷ്യൻസിനോട് ചെയ്യുന്ന ഒരു ചീറ്റിംഗ് പോട്ടെ, ഈ സ്റ്റാഫുകളുടെയിലെല്ലാം ചെയ്യുന്നത് ഇന്റർവ്യൂ ഭയങ്കര സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടൊക്കെ 2 റൗണ്ടൊക്കെ വെച്ച് നടത്തിയിട്ട് ലാസ്റ്റ് ഇയാള് നമ്മളെ ഇന്റർവ്യൂ ചെയ്ത് എടുത്തതിന് ശേഷം പറയും ട്രെയിനി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ വർക്ക് പെർഫോമൻസ് കണ്ടിട്ടേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പറയുന്ന സാലറിയിൽ ഇപ്പൊ 20,000 പറഞ്ഞാല് ഫസ്റ്റ് മന്ത് 10,000 തരാൻ പറ്റുള്ളൂ എന്ന് പറയും. ഫസ്റ്റ് മന്ത് 10,000 തരാൻ പറ്റുമെന്ന് പറയും. എന്നിട്ട് അയാൾ കുറച്ച് ദിവസം ഇവരെ വെറുതെ ജോലി ചെയ്യിപ്പിച്ചിട്ട് അവരെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഈ സംഭവം ഉണ്ടായതുപോലെ പലർക്കും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓഫർ ലെറ്റർ വല്ലതും തന്നിരുന്നോ? ഓഫർ ലെറ്ററും ഇല്ല, അപ്പോയിന്റ്മെന്റ് ലെറ്ററും ഇല്ല, ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ചീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ 10 ദിവസമായിട്ടും എനിക്ക് അവിടെ പഞ്ചിങ് എനേബിൾ ആക്കിയിട്ടില്ല, ഓഫർ ലെറ്റർ ഇല്ല, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇല്ല. പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങേയറ്റം സ്ട്രെസ് തന്ന ജോലി. പോലീസിലൊരു പരാതി കൊടുക്കാത്തത് എന്താ സർ? ഇതിന്റെ പിറകില് നമ്മൾ നടന്ന ഇയാൾക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹെൽത്ത് അതോറിറ്റിയിലും ഹയർ അതോറിറ്റിയിലല്ല ഇയാൾക്ക് നല്ല പിടിപാടുണ്ട്. ഇയാളെ ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇയാൾക്ക് മിനിസ്ട്രി ലെവലിലൊക്കെ നല്ല പിടിപാടുണ്ട്. ഇയാള് ഈ കാശെറിഞ്ഞ് അതൊക്കെ തേച്ചു മായ്ച്ച് കളയും. നമ്മൾ അതിന്റെ പിറകിൽ നടക്കേണ്ടി, വെറുതെ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരത്തേ ഉള്ളൂ. എന്തായിരുന്നാലും ഇത് ട്രെയിനി എന്നുള്ള പേരിൽ എടുത്തിട്ട് ഈ എത്രയും എംപ്ലോയീസിനെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഓഫർ ലെറ്ററും അപ്പോയിന്റ്മെന്റ് ലെറ്ററും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു കേസായിട്ട് പോലും പോകാൻ പറ്റില്ല. നമ്മള് ഓഫർ ലെറ്ററോ അപ്പോയിന്റ്മെന്റ് ലെറ്ററോ ചോദിച്ചിരുന്നാൽ അവര് പറയും അത് സാധാരണ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടേ തരൂ, നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ടേ തരുള്ളൂ, ഇപ്പൊ ട്രെയിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സോ എന്നെ പോലെ തന്നെ പലരും ഈ ചീറ്റിങ്ങിൽ അകപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അവിടെ ഒത്തിരി പേര് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇയാള് ബിബിലാഷ് എന്ന് പറഞ്ഞ ഇയാളുണ്ട്. പിന്നെ അവിടെ മാനേജറായിട്ട് ഇരിക്കുന്ന ഷഫീഖ് എന്ന് പറഞ്ഞ ഇയാളാണ് ഇയാളുടെ വലം കൈ, എല്ലാ കാര്യങ്ങളും. അവിടെ വേറെ ഉള്ളത് ഷെനോൾ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ട്. ഷെനോൾ ഇപ്പോഴും ഉണ്ടോ? ഷെനോളിന്റെ പേരിലായിരുന്നു അന്ന് FIR ഒക്കെ ഇട്ടത്. ഷെനോൾ ആ ഡോക്ടറൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ഡോക്ടർ അഖില, പിന്നെ ആര്യ എന്ന് പറഞ്ഞൊരു ഡോക്ടർ. അങ്ങനെ 2-3 പേര് ഗവൺമെന്റ് സർവീസിലുള്ളവർ വരെ അവിടെ ഉണ്ട് സാർ. അതാണ് സാർ പറയുന്നത്, ഗവൺമെന്റ് സർവീസിലുള്ളവർ വരെ ഉണ്ട്. ഈ ഷെനോൾ എന്ന് പറയുന്ന ഡോക്ടർ ഗവൺമെന്റിൽ നിന്ന് മീൻസ് രാജിവെച്ചതാണെന്ന് തോന്നുന്നു. അവയുടെ ഫേസ്ബുക്കിൽ കിടക്കുന്ന ഫോർമർ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ റെസിഡന്റ് എന്നാണ്. പിന്നെ വേറെ ആര്യ എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ ഫേസ്ബുക്കിലും കിടക്കുന്ന അവർ RCCയിൽ എന്തോ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ എന്നാണ്. അവർ അനസ്തേഷ്യോളജിസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇയാളുടെ വൈഫ്, ഈ ബിബിലാഷിന്റെ വൈഫ് അമൃത, അവര് കിംസിലാണ് വർക്ക് ചെയ്യുന്നത്, അതും അനസ്തേഷ്യയാണ്. ഇയാള് ഭയങ്കര അവിടുത്തെ ആ ഒരു ഓഫീസ് സെറ്റപ്പ് ഹോസ്പിറ്റലൊക്കെ കാണുമ്പം എല്ലാരും ഇയാളുടെ വാക്ക് വിശ്വസിച്ച് അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യും. നമുക്ക് സാലറിയും തരാതെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് നമ്മളെ. വേറൊരു കുട്ടി HR ഒരു കുട്ടിയുണ്ടേ, അതിപ്പം കഴിഞ്ഞ മാസം 1-ാം തീയതി കയറിയുള്ളൂ. അത് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. അതിൻ്റെ പ്രസന്റേഷൻ ചെയ്യാൻ പറഞ്ഞു, അതെന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ അതിന്റെ ഇടയിൽ കയറി ഇന്റർഫിയർ ചെയ്തിട്ട് ഇയാൾ പറയുന്നു തന്നെയൊക്കെ എന്തിനാണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പോലും അറിയില്ല എന്ന്. അങ്ങനെയൊക്കെയുള്ള ഇൻസൾട്ടിങ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇയാള് സംസാരിക്കുന്നത്. കാരണം ഇയാൾക്ക് കൊച്ചിയിലുള്ള ഹോസ്പിറ്റലിലും ട്രിവാൻഡ്രത്തും ധാരാളം പേഷ്യന്റും കിട്ടുന്നുണ്ട്.
നല്ല കാശും കിട്ടുന്നുണ്ട്. ബാക്കി ഡോക്ടേഴ്സ് വാങ്ങുന്നതിന് ഡബിൾ ഇരട്ടിയാ വാങ്ങുന്നത്. ഒരു റൈനോപ്ലാസ്റ്റിക്ക് സ്റ്റാർട്ടിങ് 2.5 ലാക്ക് ആണ്. 2.5 ലക്ഷത്തിന് മുകളിലാണ് ഒരു റൈനോപ്ലാസ്റ്റിക് വാങ്ങുന്നത്. സാധാരണ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലൊക്കെ ഇതിന്റെ പകുതിയൊക്കെ ഉള്ളൂ. ഇപ്പം എല്ലാ പ്രൊസീജിയറിനും എബോവ് 1 ലാക്ക്. അവിടെ ഇരിക്കുന്നത് 3-4 ടെലികോളേഴ്സ് വിളിച്ചാണ് ഇതൊക്കെ ഈ ലീഡ്സ് ഒക്കെ ഇത് അപ്പോയിന്റ്മെന്റ് ആക്കി കൊടുക്കുന്നത്. അവര് പല രീതിയിലും കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് പറഞ്ഞ് എടുത്തു കൊടുക്കും. പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റുകളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാറൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് മെഡിക്കൽ നോളജ് ഉണ്ട്, ഇപ്പൊ ക്ലയന്റ് കോർഡിനേറ്റർ ആയിട്ട് ഇവർക്ക് ക്ലയന്റിന് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവിടെ സാലറി ഓഫർ എത്രയായിരുന്നു നമുക്ക് ഒരു ഓഫർ ചെയ്തേ? എനിക്ക് അബൌട്ട് 20 ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ 20 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അതിൽ നിന്ന് കൂട്ടാം എന്നുള്ള രീതിയിലാണ്, പ്രൊബേഷൻ കഴിഞ്ഞിട്ട് കൂട്ടാന്നുള്ളത്. പക്ഷെ പിന്നീടാണ് ഞാൻ കേറി 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, ട്രെയിനി ആയതുകൊണ്ട് ആദ്യത്തെ മാസം പകുതി സാലറി തരോളും. സാർ, ഇതേ കാര്യങ്ങൾ തന്നെ എത്ര പേരെ ഇയാൾ ചീറ്റ് ചെയ്യുന്നുണ്ടാവും. അത് മാത്രമല്ല, അത് പോട്ടെ, ഞാൻ ഭയങ്കര സിൻസിയറിറ്റി കാണിച്ച് വർക്ക് ചെയ്തു. അവിടെ ഈ കുട്ടികൾ ഇത്രയും അവരുടെ ഫോണിൽ റിപ്ലൈ കൊടുക്കാതെ ഇട്ടിരുന്ന ചാറ്റുകളെല്ലാം പ്രത്യേകം ഞാൻ എടുത്ത് അതിനെ കോൾ ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത്, അത് 2-3 മാസം പഴയതാണെന്ന് ആലോചിക്കണം. അവരൊന്ന് റിപ്ലൈ കൊടുക്കാത്തത്, യൂസ് ഇല്ലാതെ ഇട്ടിരുന്നതെല്ലാം അത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കി എടുത്ത്. ഇയാള് ഇൻസൾട്ട് ചെയ്തതും പോട്ടെ, സാലറിയും തരാതെ വല്ലാതെ നമ്മളൊരു ഡീഗ്രേഡ് ചെയ്താണ് അവിടുന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. പറഞ്ഞു വിട്ടപ്പോൾ സാലറിയുടെ കാര്യം ചോദിച്ചില്ലേ? ഇയാളോട് ചോദിച്ചില്ലേ? ഞാൻ ജോലി ചെയ്ത അതെ, സാലറിയുടെ കാര്യം ചോദിച്ചു. അപ്പൊ ഇയാള് അക്കൗണ്ട് അയക്കും, നമുക്ക് നോക്കാം എങ്ങനെയാണ് പറഞ്ഞത്. അക്കൗണ്ട് നമ്പർ അയക്കാൻ പറഞ്ഞു. അങ്ങനെ മറ്റേ ഒരു ഷഫീഖ് എന്ന് പറഞ്ഞ ആൾ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ റിപ്ലൈ ഒന്നും ഇല്ല. ഇനി അവർ ഇടോ ഇല്ലേ എന്നുള്ളത് ദൈവത്തിനറിയും. പക്ഷെ ഒത്തിരി പേര് സാർ, ഈ പേഷ്യൻസ് മാത്രമല്ല എംപ്ലോയീസ് ഇതിന് ചീറ്റിങ്ങിന് അകപ്പെടുകയാണ്. എന്താന്ന് വെച്ചാൽ ഇവര് പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഓഫർ ലെറ്ററും കൊടുക്കാറില്ല, അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊടുക്കാതെയാണ് അവിടെ നിർത്തുന്നത്. അപ്പം അവര് പറയുന്നു 1 മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഇത് കൊടുക്കോളൂ. മീൻസ് അവരവിടെ അഡാപ്റ്റബിൾ ആണോ എന്ന് നോക്കിയിട്ടേ കൊടുക്കോളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.